ശബരിമലയിൽ നടന്ന ഒരു സ്കാമുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വരുന്നത് ഒരു സ്വർണ്ണക്കൊള്ള എന്ന നിലയിലാണ്. പിന്നീട് രമേശ് ചെന്നിത്തല ഒരു സുപ്രഭാതത്തിൽ മാധ്യമങ്ങളെ കാണുകയും അതുപോലെ SITക്ക് ചില വിവരങ്ങൾ കൈമാറുകയാണ് എന്നൊക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ സമയത്ത് രമേശ് ചെന്നിത്തല ഉപയോഗിച്ചൊരു പദമെന്ന് പറയുന്നത് പുരാവസ്തു തട്ടിപ്പ് എന്നുള്ള നിലയിലാണ് ശബരിമലയിൽ നടന്ന ഈ ഒരു നേരത്തെ മാധ്യമങ്ങൾ സ്വർണ്ണക്കൊള്ള എന്ന് വിശേഷിപ്പിച്ച സംഭവത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. എന്തായാലും ഇപ്പോഴത് തന്ത്രിയുടെ അറസ്റ്റ് വരെ വന്നു നിന്നിരിക്കുന്നു. ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്നത് ശബരിമലയിൽ യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത് ഒരു സ്വർണ്ണക്കൊള്ളയോ അതല്ലെങ്കിൽ നമ്മുടെ ശ്രീ രമേശ് ചെന്നിത്തല പറയുന്നത് പോലെ ഒരു പുരാവസ്തു തട്ടിപ്പോ അല്ല എന്നുള്ളത് തന്നെയാണ്. അതായത് ഇനി ഇത് ഈ സ്വർണ്ണക്കൊള്ള എന്നുള്ള ആംഗിളിലേക്ക് നമുക്കത് പരിശോധിച്ച് നോക്കാം. അങ്ങനെയെങ്കിൽ അവിടെ നിന്ന് ബലത്തിൽ ഏതാനും ഗ്രാം സ്വർണം മാത്രമാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന് നിലവിലെ SITയുടെ റിപ്പോർട്ടുകളും മറ്റു പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി അതിന് ഒരു കിലോ എന്ന് തന്നെ ഇരിക്കട്ടെ, ഇത് വിവിധ കാലഘട്ടങ്ങളിലായി പല ഗ്രാമുകളായാണ് ഇത് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ആ സമയത്തുള്ള വിപണി വില കണക്കാക്കിയാൽ പോലും ഇത് ഇത്രയും പേർ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു വലിയ ഒരു തട്ടിപ്പാണ്, ഒരു മോഷണമാണ്, കൊള്ളയാണ് എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇവർ ഇത്രയധികം എഫേർട്ട് എടുത്ത് ഇത്രയധികം പ്ലാൻ ചെയ്ത് ഇത്രയധികം ഗൂഢാലോചന നടത്തി ഹൈ സെക്യൂരിറ്റി ഏരിയയിൽ നിന്ന് ഈ വസ്തു കടത്തിക്കൊണ്ടുപോവുകയും അത് മറ്റൊരിടത്ത് വെച്ച് ഉരുക്കി വിൽക്കുകയും ചെയ്തു എന്ന് പറയുമ്പോൾ അതിനുള്ള വഴിച്ചിലവ് പോലും ഈ പറയുന്ന സ്വർണ്ണ വിൽപ്പനയിലൂടെ ലഭിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇനി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന സ്പോൺസർ അത്തരത്തിൽ വിറ്റു എന്നിരിക്കട്ടെ, തീർച്ചയായും അതിന്റെ പങ്ക് ഇത്രയും ആളുകൾക്ക് വീതിച്ചു നൽകുമ്പോൾ തന്നെ അതിൽ അദ്ദേഹത്തിന് കാര്യമായി ഒന്നും തടയില്ല എന്നതും ഉറപ്പാണ്. ഇനി രമേശ് ചെന്നിത്തല ഉന്നയിച്ച ഈ പുരാവസ്തു തട്ടിപ്പ് എന്ന ഒരു ആംഗിളിലേക്ക് നമുക്ക് പരിശോധിക്കാം. നിലവിൽ അവിടെ നിന്നും നഷ്ടമായിരിക്കുന്ന അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്ന വസ്തുക്കളുടെ പഴക്കം എന്ന് പറയുന്നത് പരമാവധി ഒരു 30-25 വർഷം മാത്രമാണ്. ശബരിമലയിൽ ഇന്ന് കാണുന്ന ഒട്ടുമിക്ക വസ്തുക്കളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ സംഭാവന നൽകപ്പെട്ടിരിക്കുന്നത്, സ്പോൺസർ ചെയ്യപ്പെട്ടിരിക്കുന്നതെല്ലാം കഴിഞ്ഞ ഒരു 30 വർഷത്തിനുള്ളിലോ 35 വർഷത്തിനുള്ളിലോ മാത്രമാണ്. ഒരു വസ്തുവിന്റെ പുരാവസ്തു മൂല്യം എന്ന് പറയുന്നത് അത് ഏത് സ്ഥലത്ത് നിന്ന് വരുന്നു, അത് ആരുണ്ടാക്കി എന്നുള്ളതൊന്നുമല്ല. പുരാവസ്തുവിന്റെ മൂല്യം എന്ന് പറയുന്നത് എപ്പോഴും എത്ര കാലം പഴക്കമുണ്ട് എന്നുള്ളതാണ് ഒരു പുരാവസ്തുവിന്റെ മൂല്യവും വിലയും ഒക്കെ നിർണ്ണയിക്കുന്ന ഘടകം. അങ്ങനെ നോക്കുകയാണെങ്കിൽ പുരാവസ്തു എന്ന നിലയിൽ അവിടെ നിന്ന് വിറ്റഴിച്ചു സാധനങ്ങൾ എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. കാരണം ഇത്തരം പുതിയ വസ്തുക്കൾ അത് എത്രയും പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ളതാണെങ്കിൽ പോലും അതിനെ പുരാവസ്തു മാർക്കറ്റിൽ അതിന്റെ പഴക്കം നിർണയിച്ച് വില നിശ്ചയിക്കപ്പെടുമ്പോൾ അതിനത്രയധികം വില കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ എന്താണ് അവിടെ നടന്നിരിക്കുന്നത്? ബലത്തിൽ അവിടെ നടന്നിരിക്കുന്നത് ഒരുതരം വിശ്വാസ തട്ടിപ്പാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്താണ് ഈ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വിശ്വാസ തട്ടിപ്പ്? അതായത് കേരളത്തിൽ അത് അത്രത്തോളം ശക്തമായ ഒരു വിശ്വാസമുണ്ടോ അല്ലെങ്കിൽ അന്ധവിശ്വാസമുണ്ടോ എന്നുള്ളത് അത്ര ഉറപ്പില്ലാത്ത കാര്യമാണെങ്കിലും കേരളത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളിലും ഈ ക്ഷേത്രങ്ങളിൽ ഉപയോഗിച്ച അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ പൂജിക്കപ്പെട്ട വസ്തുക്കൾക്ക് അത് സ്വർണമാവണമെന്നില്ല, ചെമ്പായിക്കോട്ടെ, ഒരു തകിടായിക്കോട്ടെ, അതല്ലെങ്കിൽ ഒരു മരക്കഷ്ണമായിക്കോട്ടെ, ഇതിന് വളരെയധികം പോസിറ്റിവിറ്റി പ്രദാനം ചെയ്യാൻ കഴിയും എന്നുള്ള തരത്തിലുള്ള ഒരു അന്ധവിശ്വാസമുണ്ട്. അതായത് പലപ്പോഴും നമ്മൾ ന്യൂസ് പേപ്പറുകളൊക്കെ കണ്ടു കാണും ഇറിഡിയം തട്ടിപ്പ് എന്നൊക്കെ പറഞ്ഞുള്ള ചില സംഗതികൾ. അതായത് ക്ഷേത്രത്തിന്റെ മേൽക്കൂരയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ദിവ്യവസ്തു അത് അവിടെ നിന്ന് മോഷ്ടിക്കപ്പെടുകയോ അതല്ലെങ്കിൽ അവിടെ പുതിയൊരു പുനഃപ്രതിഷ്ഠയൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ അത് മാറ്റപ്പെടുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ വസ്തു കൊണ്ടുവന്ന് പൂജിച്ചാൽ അത് റൈസ് പുള്ളർ ആണെന്നും അത് ഇടിമിന്നലേറ്റ് ഇറിഡിയമായിട്ടുണ്ടാവുമെന്നും ഒക്കെയുള്ള ചില കഥകളൊക്കെ ഇതിൽ തുടങ്ങി പലതരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. ഇതിനു വേണ്ടി കോടികൾ മുടക്കാൻ ആളുകളുമുണ്ട്. ഇത് എന്താണ് ഒരു സംഭവം എന്ന് ചുരുക്കി പറയാം. അതായത് നിരവധി ആളുകൾ ഇങ്ങനെ ആ ഒരു പ്രദേശത്തെ നോക്കി അല്ലെങ്കിൽ ആ ഒരു പോയിന്റിൽ പ്രാർത്ഥിക്കുകയും അതുപോലെ ഒരുപാട് മന്ത്രങ്ങൾ മുഴക്കുകയും അതുപോലെ അവിടെയുള്ള പൂജാരിമാരൊക്കെ നിത്യവും എന്നോണം നിരവധി മന്ത്രങ്ങൾ ചൊല്ലി പൂജ കഴിക്കുകയും ഒക്കെ ചെയ്യുന്ന വസ്തുക്കൾക്ക് ഒരുപാട് പോസിറ്റിവിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഈ കൂട്ടരുടെ വിശ്വാസം.
ഇത്തരം പോസിറ്റിവിറ്റിയുള്ള വസ്തുക്കൾക്ക് അവരുടെ ആയുസ്സിലും ജീവനിലും അതുപോലെ തന്നെ പണമുണ്ടാക്കാനും ഒക്കെ ഒരുപാട് ഈ വസ്തുക്കൾ സഹായിക്കും എന്നുള്ളതാണ് ഇവരുടെ അന്ധവിശ്വാസം. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന ക്ഷേത്രത്തിലെ വസ്തുക്കൾ ഒരുപക്ഷെ അതേപടി മുറിച്ചോ അതല്ലെങ്കിൽ മറ്റു പല രീതിയിൽ രൂപാന്തരം ചെയ്തോ അത് വിറ്റഴിച്ചിരിക്കാം എന്നുള്ളത് തന്നെയാണ് കരുതേണ്ടത്. നമുക്ക് പത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ തന്നെ പഴയ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ഇത്തരം സാധനങ്ങൾ കൊണ്ടുവന്ന് തട്ടിപ്പ് നടത്തിയ നിരവധി വാർത്തകൾ നമുക്ക് കാണാൻ കഴിയും. ഒരു ക്ഷേത്രത്തിന്റെ മേൽക്കൂരയിൽ ഉറപ്പിച്ചിരുന്ന ഒരു വസ്തു അത് ഇറിഡിയമാണെന്ന് പറഞ്ഞുള്ള ഒരു തട്ടിപ്പ് തൃശ്ശൂരിൽ തന്നെ നടന്നിരുന്നു. ചില തമിഴ്നാട് സ്വദേശികൾ ഉൾപ്പെടെ അതിന് പിറകിലുണ്ട്. കുറച്ചു നാൾ മുന്നെയാണത്. ഇത്തരത്തിൽ ക്ഷേത്ര വസ്തുക്കൾക്ക് ആളുകൾ ഉണ്ടെന്നിരിക്കെ അതിന്റെ രൂപാന്തരം സംബന്ധിച്ചും നമുക്ക് രൂപാന്തരം ചെയ്ത് വിറ്റഴിച്ചു എന്ന് വേണമെന്ന് പോലും നമുക്കിവിടെ സംശയിക്കാൻ കഴിയും. കാരണം ഇവിടെ ഈ സ്വർണം ഉരുക്കി അല്ലെങ്കിൽ സ്വർണം മുറിച്ചു മാറ്റി അല്ലെങ്കിൽ ചെമ്പ് തകിട് മുറിച്ചു മാറ്റി എന്നൊക്കെ പറയുന്ന ഇടങ്ങളിൽ അത് വാങ്ങിച്ചിട്ടുള്ള ചില ജ്വല്ലറികളുടെ പേരുകളെല്ലാം തന്നെ ഇതിനോടകം ഉയർന്നു വന്നിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ വിവാദ നായകനായ ഉണ്ണികൃഷ്ണൻ പോറ്റി സാക്ഷാൽ സോണിയാഗാന്ധി കാണാൻ പോയപ്പോൾ അവരുടെ കയ്യിൽ ഒരു ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഇത്തരത്തിൽ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ദിവ്യവസ്തുക്കൾ ഉപയോഗിച്ചുള്ള ബ്രേസ്ലെറ്റുകൾ തങ്ങളുടെ കൈവശമുണ്ട്. അത് സോണിയാഗാന്ധി വരെ വാങ്ങിച്ചു എന്ന് പറയാൻ സോണിയാഗാന്ധി വാങ്ങിയിരിക്കാൻ ഇടയുണ്ട് എന്ന് നമുക്ക് നിലവിൽ തെളിവുകളൊന്നുമില്ല. പക്ഷെ ആ ഒരു ചിത്രം മറ്റുള്ളവർക്ക് മുന്നിൽ ഈ പ്രോഡക്റ്റ് വിറ്റഴിക്കാൻ വേണ്ടി ഇവർക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം ചില മരങ്ങളിൽ നിന്നുള്ള അതായത് മരം കൊണ്ടുള്ള മുത്തുകൾ ഉപയോഗിച്ച് മാല നിർമ്മിക്കുകയും ഈ മാല സൗത്ത് ഇന്ത്യയിലെ പ്രമുഖനായ ഒരു നടൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഒരു പ്രത്യേക ദിവ്യവസ്തു ഉണ്ടാക്കിയിട്ട് ഇതിന് പോസിറ്റിവിറ്റി പ്രദാനം ചെയ്യാൻ കഴിയും. ഇത് മലയാളത്തിലെ ഒരു പ്രമുഖ നടൻ ഉപയോഗിക്കുന്നുണ്ട്. എന്നൊക്കെ അവർക്ക് ഗിഫ്റ്റ് നൽകി പ്രചരണം നടത്തി വിറ്റഴിക്കുന്ന പല സംഗതികളും നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ നിലവിലെ ഈ ഒരു സാഹചര്യത്തിൽ തന്ത്രി ഉൾപ്പെടെ ഉൾപ്പെട്ടു എന്ന് പറയുന്ന വലിയൊരു റാക്കറ്റ് ഇത്തരത്തിലുള്ള ഒരു വിശ്വാസ കച്ചവടമാണോ ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളത് വേണം നമുക്ക് സംശയിക്കാൻ. അങ്ങനെയെങ്കിൽ ഇതിൽ ശതകോടികളുടെ ഇടപാടുകൾ നടന്നിരിക്കാനിടയുണ്ട്. അതല്ലാതെ വെറും സ്വർണ്ണ കച്ചവടമോ അതല്ലെങ്കിൽ സ്വർണ്ണ കൊള്ളയോ അതല്ലെങ്കിൽ ഈ പുരാവസ്തു 25-30 വർഷം പഴക്കമുള്ള വസ്തുക്കളെ പുരാവസ്തുക്കൾ എന്ന് പറഞ്ഞ് വിറ്റഴിക്കുകയോ ചെയ്തതാവാൻ ഇടയില്ല എന്ന് തന്നെ വേണം കരുതാൻ. എന്തായാലും ഇത്തരം കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ SITയുടെ അന്വേഷണത്തിൽ തെളിയും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.